അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് വയനാട്ടിലോട്ടാട്ടോ. നമ്മളെ ഈ വണ്ടിയിലാണ് പോണത്. അപ്പോൾ അവിടുന്ന് കാണാം. വയനാട് ചുരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബാട്ടാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസിൽ നമ്മൾ കടയിൽ കയറിയാണ്. ചുരത്തിൻ്റെ അവിടെ ഉള്ളൊരു കടയുണ്ട്, ഒരു താത്താൻ്റെ കടയാണ്. ഇവിടെ കുറേ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്, പിന്നെ ചായയും കടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു താത്ത ഒറ്റക്കാണ്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പുറത്തത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിച്ചു തരാണ്. അപ്പോൾ അവിടുന്ന് ചായയും കടിയൊക്കെ കുടിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. ചാടും നമ്മളൊക്കെ കടിച്ചു. കൊങ്ങന്മാർക്ക് അങ്ങനെ ഒരു കാര്യം. ആ ഗ്യാരിയർ വെച്ചിരുന്ന ഇതിനകത്ത് ഒടിച്ചു കുത്തി വെച്ച് കൊണ്ടുപോയിരുന്നു. ഈ ചുരത്തിലാണ് കുഞ്ഞുമൂര് വരെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പോലെ വലിയ സ്ഥലമാണ്. അപ്പേന്ന് ഇവിടെ നല്ല സ്ഥലമാണ്. ഇവിടെ ഒരു വരെ എത്തി. അപ്പോൾ കഴിച്ച് നമ്മൾ വയനാട്ടിലെത്തി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം. നല്ല നാടൻ ഭക്ഷണമായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ബിരിയാണി എടുത്തപ്പോൾ എല്ലാം സാധിച്ചോറുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി വിട്ടു. പിന്നെ പോയത് നമ്മളൊരു വീട്ടിൽ കണ്ട. വീട്ടിലുള്ള പൂച്ചയാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. അവിടെ പൂച്ചയുണ്ട്, നല്ല അടിപൊളി നായയുണ്ട്, പിന്നെ അതുപോലെ നല്ല വെള്ളം മുയലൊക്കെ ഉണ്ട്. അതാണ് മുയൽ. അപ്പോൾ അത്യാവശ്യം ക്ലിയർ കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതാണ് മുയൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നു. നമ്മളൊരു ബന്ധുക്കാരെ വീട്ടിലേക്ക് പോകണം. നല്ല അടിപൊളി വൈബാണ് ഇവിടെ. നല്ല അത്യാവശ്യം ഒരു കാട്, ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3-4 വീടേ ഇവിടെ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഏകദേശം നമ്മളൊരു 5-6 മണിയൊക്കെയാണ് ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നല്ല തണുപ്പും അതുപോലെ തന്നെ ഈ കാപ്പിൻ്റെ പൂവ് വിരിയുന്ന ടൈമാണ്. അപ്പോൾ നല്ല സ്മെല്ല്. നമ്മളെ ഏകദേശം മുല്ലപ്പൂവിനേക്കാളും അടിപൊളി സ്മെല്ലാണ് ഇത് കിട്ടുന്നത്. നമ്മൾ അടുത്തുകൂടെ അല്ലെങ്കിൽ കാറ്റെന്തെങ്കിലും വീശുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച വീടാണ് കേട്ടോ, ബന്ധുക്കാരെ വീട്. അപ്പോൾ നമ്മൾ വേണ്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ്ട് എടുക്ക് ആണ്ട്
ആട് ഊക്കൂട്ടാ. പനിയാണ്. അവിടെ ചെന്നപ്പോൾ കഴിക്കാൻ തന്നിട്ട് ഒരു സാധനം ഇത് ഞാൻ ഫസ്റ്റായിട്ട് കാണുന്നത് ബിസ്ക്കറ്റ് ബജി അത്ര ഇത് പൊരിക്കാനായിട്ടുള്ളൊരു ബിസ്ക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരം ഒരുപാട് വൈകിക്കൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി തിരിച്ച് മലപ്പുറം എത്തേണ്ടതല്ലേ. അപ്പോൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി നമുക്ക് പോരുന്ന വഹിക്കാനല്ല കാപ്പിൻ്റെ പൂവ് വിരിഞ്ഞിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്മെല്ല് ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞില്ല ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് എന്നുള്ളത്. മൊത്തം കാപ്പിൻ്റെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല എല്ലാം വിരിഞ്ഞിരിക്കുകയാണ്. ഈ വൈറ്റ് പൂവായിട്ട് കാണുന്നതാണ് അതെല്ലാം കാപ്പീൻ്റെ പൂവാണ്. ഭയങ്കര സ്മെല്ലാട്ടോ. ഈ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് അനുഭവപ്പെടും. അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പ്, ഓവർ തണുപ്പല്ല.